ഇരുന്ന് പ്രീസ്റ്റ് ഇരുന്ന് കുറെ സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ബെക്കാഡിയാണോ മദ്യമൊക്കെ ഉണ്ടല്ലോ. ഇത് ലൈംഗിക ബന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പുള്ളിക്കാരൻ പറഞ്ഞ വാക്ക് ടു ഫക്ക് ലൈക്ക് എ ബഫല്ലോ. പാമ്പിന് അവർ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ പാമ്പ് കടിയേറ്റാൽ ഒന്നും സംഭവിക്കാതിരിക്കുക. ഇവർ പാമ്പിന്റെ ഇതെടുത്തിട്ട് അവർ ഇടിച്ച് അതിനെ പൊടിച്ചിട്ട് പൗഡറാക്കിയിട്ട് ഇതുപോലെ അതാണ്ട് ദേഹത്ത് ഇത് ബ്ലേഡ് ഇട്ടിട്ട് ഇങ്ങനെ അറുത്തിട്ട് ആ രക്തത്തിൽ ഇവർ ഇതിന്റെ പൊടിയിടും. അടുത്ത ദിവസമാണ്, അതായത് ഇന്നലെ രാത്രി എത്തി ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്നു. എന്നിട്ട് ഇവരുടെ ഒരു ഗോഡൌണിലൊക്കെ പോയി വിസിറ്റ് ചെയ്തു. ബ്രോ, മഹേഷ് ബ്രോ എന്തുണ്ട് വിശേഷം? മഹേഷ് ബ്രോയും നമ്മുടെ ബഷീർ ബ്രോയും ആണ് എന്നെ ഹോസ്റ്റ് ചെയ്യുന്നത്, എന്നെയും മോണിക്കയെ ഹോസ്റ്റ് ചെയ്യുന്നത്. താങ്ക് യു കേട്ടോ. ചേട്ടൻ കൊല്ലത്താണ്, ബ്രോ പട്ടാമ്പിയാണ്, പാലക്കാടാണ്. അപ്പോൾ നമ്മളിനി ഒന്ന് വണ്ടിയിൽ കയറി ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ, പിന്നെ ഒരു മാർക്കറ്റ്, അതായത് ഇവരുടെ എന്താ പറയുക മറ്റേ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ബ്ലാക്ക് മാജിക് ഒക്കെ നടത്തുന്ന അതിൻ്റെ ഒരു മാർക്കറ്റ്, പിന്നെ പറ്റുമെങ്കിൽ ഒരു കത്രീടല്ലേ, അവിടേക്കാണ് പോകുന്നത്. പുറത്തോട്ട് നല്ല വെയിലാണ് കേട്ടോ. കറക്റ്റ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്, ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. ഇവിടുത്തെ ഓട്ടോകളാണ് കേട്ടോ ഈ ഒരു നഗരത്തെ ഒരു ചെറിയ രീതിയിൽ മനോഹരമാക്കുന്നത്. ഇവിടുത്തെ കളർഫുൾ ഓട്ടോകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ധാരാളം ആളുകൾ ഇതുപോലുള്ള ബൈക്കുകൾ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പലതും ബൈക്ക് ടാക്സിയും സംഭവങ്ങളൊക്കെയാണ്. ടോഗോയിലെ ബാങ്കിന്റെ മന്ദിരങ്ങളാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ് ബാങ്ക് ഓഫ് ടോങ്കോ, അതിന്റെ ഒരു മന്ദിരമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, വ്യത്യസ്തമായിട്ടുള്ള ഒരു നിർമ്മാണ രീതി. ഇവിടെ നമുക്ക് റോഡും സംഭവങ്ങളൊക്കെ അത്യാവശ്യം ക്ലീൻ ആയിട്ട് തോന്നി കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ കാമാണ് കേട്ടോ. ഇത് ആക്ച്വലി മെയിൻ മെയിനാണ്. പക്ഷെ എന്നാലും നമ്മുടെ ബീച്ച് ഭാഗത്ത് കുറച്ചുകൂടെ തിരക്ക് കാണും. പക്ഷെ എന്നാലും ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ ടോഗോയിലെ ഇൻഡിപെൻഡൻസ് സ്മാരകത്തിന് മുന്നിലോട്ടാണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത്. ടോഗോ നമ്മുടെ ഫ്രഞ്ച് കൊളോണിയലിസത്തിൽ നിന്ന് നമ്മുടെ 1960 കാലഘട്ടത്തിൽ ഇൻഡിപെൻഡൻസ് നേടി. അന്ന് അതിന്റെ ഭാഗമായിട്ട് അവരൊരു നിർമ്മിച്ചൊരു ഇവിടുത്തെ ഒരു സ്റ്റാച്ചു ആണ്. കാണുന്നത് ഇവിടുത്തെ ടൗൺ ഹാളാണ്. ടൗൺ ഹാളിനോട് ചേർന്നായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഒരു ഇതിന്റെ ഒരു ചതുരം. അതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഹോട്ടൽ ടു ഫെവറിയർ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലോ, അടിപൊളി കേട്ടോ. ഈ ഒരു റൗണ്ട് കാണാനായിട്ട് നല്ല വൃത്തിയും ഒരു അടിപൊളി. കറക്റ്റ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ വേളി വലിയ തുറ, നമ്മുടെ തിരുവനന്തപുരത്തെ ഭാഗത്ത് കണ്ട ആളുകളൊക്കെ ഇങ്ങനെ ചൂടല്ല നല്ല കാറ്റിൽ ചൂടിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കുവാണ്. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ. നമ്മുടെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ കാണാനായിട്ട് നല്ല അടിപൊളി കേട്ടോ. ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഭംഗി. അതാണ് അതിൽ എന്തോ എഴുത്തും കുത്തൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് പോകാനായിട്ട് കഴിയില്ല. ഇവിടെ പുറത്ത് ചക്ക, ഈ ഒരു ചക്ക നമുക്ക് ധാരാളം കാണാൻ സാധിച്ചു. ഞാൻ വരുന്ന വഴിയെല്ലാം ഈ കാണുന്നതാണ് ഞാൻ സൂചിപ്പിച്ച നമ്മുടെ ഹോട്ടൽ. ഇത് ആക്ച്വലി പണ്ട് സോഫ്റ്റോ എന്ന് പറഞ്ഞ ഏതോ ഒരു കമ്പനിയുടെ അണ്ടറിലായിരുന്നു. പിന്നീട് നമ്മുടെ ലിബിയൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആക്ച്വലി ഇത് ഏറ്റെടുത്തു. അത് റെനോവേഷൻ സംഭവങ്ങൾക്കൊക്കെ വേണ്ടി. ലിബിയൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആക്ച്വലി ഇവിടെ മാത്രമല്ല കേട്ടോ, കുറേ രാഷ്ട്രങ്ങളിൽ, കുറേ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ അവരുടെ സംഭവങ്ങളും പരിപാടിയൊക്കെ അവർ ആക്ച്വലി ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഹോട്ടൽ സംഭവങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഇവരുടെ റെനോവേഷനൊക്കെ ഭയങ്കര എന്താ പറയുക ലേറ്റ് വന്നപ്പോൾ പിന്നീട് അത് അവർ മാറ്റിയിട്ട് ഇവിടുത്തെ ടോഗോ സ്റ്റേറ്റ് ഇതിനെ എടുത്തു. അപ്പോൾ ഇത് ആക്ച്വലി പ്രൈവറ്റ് കമ്പനിയല്ല, ഇത് ഓൺ ചെയ്യുന്നത് ഇവിടുത്തെ ടോഗോ കമ്പനിയാണ് കേട്ടോ. അതാണ് ഗൂഗിൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ടൗൺ ഹാൾ അവിടെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. മോണിക്കയ്ക്ക് ഫോട്ടോ വേണം. ബ്രോ നല്ല ഫോട്ടോഗ്രാഫർ അല്ലേ, എടുത്തോ. ഇനി കുറെ പ്രാവശ്യം ചോദിക്കും. ബ്രോയാണ് കേട്ടോ. ഞാൻ ഈ ആക്ച്വലി ടീഷർട്ട് ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ ഗാനയുടെ ഫ്ലാഗ് വെച്ചുള്ള ടീഷർട്ടാണ്. എനിക്കറിയില്ല, ഗാന ഫുട്ബോൾ അസോസിയേഷൻ ഒരു ടീഷർട്ടാണ് കേട്ടോ. അത് ഞാൻ അന്ന് കുമാസിയിൽ കണ്ട മലയാളികൾ തന്നെയാണ് കേട്ടോ. 2 ബ്രോമാർ തന്നാണ്. താങ്ക്സ് കേട്ടോ ഷഹീനെ, താങ്ക്സ്. ടീഷർട്ടിന് നന്ദി. മൂന്ന് ടീഷർട്ടായി കേട്ടോ. ഇതുകൂടെ കൂടി 3 ടീഷർട്ടായി. ഞാൻ ഓരോ ടീഷർട്ട് കൂടുമ്പോഴും ഓരോ ടീഷർട്ട് കുറയ്ക്കും. ഇപ്പൊ നല്ല വീണ്ടും 3 ആയിരിക്കുകയാണ് 2 ഇത്. അതാണ് നമ്മുടെ നാഷണൽ അസംബ്ലി. ആക്ച്വലി ഞാൻ നേരത്തെ ടൗൺ ഹാൾ എന്നൊക്കെ പറഞ്ഞു. ഇത് ആക്ച്വലി നാഷണൽ അസംബ്ലി ആണ് കേട്ടോ. ഈ ഒരു രാഷ്ട്രത്തിന്റെ നാഷണൽ അസംബ്ലിയും അതിന്റെ തൊട്ട് പുറകിലായിട്ട് ഈ മൂല പോലെ ഇരിക്കുന്ന ഒരു സംഭവത്തിൽ അവിടെ ഇവരുടെ ഒരു നാഷണൽ മ്യൂസിയം ഒക്കെ ഉണ്ട്. തൽക്കാലം നാഷണൽ മ്യൂസിയത്തിലോട്ടൊന്നും പോകുന്നില്ല. നല്ല രസമുണ്ട് കേട്ടോ. ഒരു തുർക്ക്മെനിസ്ഥാൻ വന്ന ഫീല്. പക്ഷെ ഞാൻ തുർക്ക്മെനിസ്ഥാൻ പോയിട്ടില്ല. എന്തെങ്കിലും ഒരു ദിവസം പോകും. മാർബിൾ കണ്ടില്ലേ, മാർബിൾ ആണോ എന്ന് പറഞ്ഞൂടാ, പക്ഷെ മാർബിൾ പോലെ തോന്നിക്കുന്നു. നമ്മുടെ ബീച്ച് ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. അയ്യോ, എനിക്ക് ഈ ബീച്ചാണ് കേട്ടോ, നമ്മുടെ ടോഗോ ബീച്ചാണ് എനിക്ക്
ഇഷ്ടപ്പെട്ട ഒരു പ്രധാന സംഭവം അടിപൊളി സ്ഥലം കേട്ടോ. തെങ്ങൊക്കെ വെച്ചിട്ട് മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ മരത്തിന്റെ അടിയിൽ ഇങ്ങനെ വന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഒരു പ്രസിഡൻഷ്യൽ പാലസ്, അതായത് പണ്ടത്തെ ഇവിടുത്തെ ടോഗോയിലെ ആദ്യത്തെ പ്രസിഡന്റ് താമസിച്ചിരുന്ന ഒരു വസതിയാണ്. 1960 തൊട്ട് 1970 വരെയാണ് ഇത് ആക്ച്വലി ഉണ്ടാക്കിയത്. ജർമ്മൻകാരാണ് കേട്ടോ. അതായത് പണ്ട് ജർമ്മൻ കോളനി ആയിരുന്നല്ലോ, അപ്പൊ ജർമ്മൻകാരുണ്ടാക്കി. പിന്നീട് അത് വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം ഫ്രഞ്ച് വന്നപ്പോൾ ഫ്രഞ്ചുകാരുടെ കീഴിലായി. പിന്നെ അവരുടെ ഒരു ഗവർണേഴ്സിന്റെ ഒരു പ്ലേസ് ആയിരുന്നു. പിന്നീട് ഇവിടുത്തെ ആദ്യത്തെ പ്രസിഡന്റ് പുള്ളിക്കാരൻ 1960 വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീടായി. പിന്നീട് 1970 ശേഷം ഇതെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഗസ്റ്റിന്റെ ഹൗസായി. കൺട്രി ഗസ്റ്റ് ഉണ്ടല്ലോ, ഇവരുടെ രാജ്യത്തിന്റെ ഗസ്റ്റുകൾ വരുമ്പോൾ അതിന്റെ വീടായിട്ട് മാറി. ഇതിന്റെ ഫുള്ള് ചുറ്റുപാടും ഒരു വലിയൊരു റെക്ടാങ്കിൾ ആയിട്ടുള്ള ഒരു ഇതിന്റെ ഇതാണ് കേട്ടോ. അതിൽ ഫുള്ള് ഗാർഡനും സംഭവങ്ങളൊക്കെയാണ്. നല്ല രസമുണ്ട്. നമ്മുടെ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിലോട്ടാണ് കേട്ടോ വന്നത്. ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ് പോലും വലിയൊരു റഷ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പോലെയാണ്. അത്യാവശ്യം ഒരു കാം ആൻഡ് ക്വയറ്റ് മാർക്കറ്റ്. സിറ്റുവേഷൻ ഇങ്ങനെ 5 മില്യൺ എന്ന് പറയുന്നത് എനിക്കറിയില്ല. നമ്മളിപ്പോ വന്നത് ഇവിടുത്തെ ഒരു കത്തീഡ്രലാണ് കേട്ടോ. ഞാൻ ആക്ച്വലി മാപ്പിൽ നോക്കിയ സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ലോമയില് നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കത്തീഡ്രൽ, കേരളമായിട്ട് ബന്ധപ്പെട്ടല്ല സോറി, കേരളത്തിലൊക്കെ ഉള്ള കത്തീഡ്രലില്ലേ അതുപോലത്തെ ഒരു പള്ളി കേട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കി, അപ്പോഴാണ് പിന്നീട് പറഞ്ഞത് ഇത് ജർമ്മൻകാര് പണിതതാണ്. ജർമ്മൻകാര് 1901 പണിതു, 1902 ഇടയ്ക്കായിട്ട് പണിത്. അങ്ങനത്തെ അന്നത്തെ അവിടുത്തെ മെഷീനറീസ് വന്ന് പണിത ഒരു പള്ളിയാണ്. നല്ല രസമുണ്ട് കേട്ടോ. അച്ഛന്മാരൊക്കെ നല്ല കുർത്തയും കുർബ ഇതൊക്കെ ഇട്ടിരിക്കുന്നു. അടിപൊളി കേട്ടോ. നല്ല പാർക്കിംഗ് സംവിധാനങ്ങളുണ്ട് ഈ തിക്കും തിരക്കിന്റെ മാർക്കറ്റിന്റെ ഇടയിൽ. നല്ലൊരു പള്ളി കേട്ടോ. ഇവിടെ ഏതൊക്കെ പണ്ടത്തെ നമ്മുടെ സയൻസിൽ അച്ഛന്മാരുടെ ചിത്രങ്ങളൊക്കെയാണ്. ഇവരുടെ നമ്മുടെ യേശു അവിടെ ഉണ്ട്. നല്ല ബിൽഡിംഗ് കേട്ടോ. പണ്ടത്തെ ആ ഒരു ജർമ്മൻ കോളനി. അതുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു പണ്ട് ഇവിടെ ജർമ്മൻകാർ ഭരിച്ചിട്ടാണ് ആക്ച്വലി നമ്മുടെ ഫ്രഞ്ചുകാർ വന്ന് ഇത് എടുത്ത് ഫ്രഞ്ച് കോളനിയാക്കി മാറ്റിയത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വീടുകളും ഈ ഒരു സ്ട്രീറ്റുകളൊക്കെ കാണുമ്പോൾ യഥാർത്ഥ ഒരു ഫ്രഞ്ച് കോളനിയായിട്ട് തോന്നില്ല. അതായത് ഇപ്പൊ സെനഗൽ പോലെയോ, സെനഗലിൽ പിന്നെയും ബ്രിട്ടീഷ് എന്തോ വന്നിരുന്നു. അതായത് ഗിനിയ കൊണാർക്കി ഫ്രഞ്ച് മാത്രമല്ലേ വന്നത്. അപ്പൊ ഗിനിയ കൊണാർക്കിയൊക്കെ പോകുമ്പോൾ നമുക്ക് ഫ്രഞ്ച് കോളനി പോയാൽ നമുക്ക് അറിയാൻ പറ്റും ഫ്രഞ്ചിന്റെ ഒരു ഇത്. പക്ഷെ ഇത് ഫ്രഞ്ചും അല്ല, ഇത് എന്തോ ഒരു സങ്കരേനം പോലെയാണ് കേട്ടോ ഇവിടെ ഉള്ള ബിൽഡിങ്ങുകളെല്ലാം. അതിന്റെ പ്രധാന കാരണം ഇത് ഇവിടെ ഒരു ജർമ്മൻ കോളനി ആയിരുന്നു. നല്ല മനോഹരമായിട്ടുള്ള ഒരു ചർച്ച കേട്ടോ. അതിന്റെ ഉള്ളിലോട്ട് പോകാൻ എന്തൊക്കെ പണി നടക്കുവാണ്. പള്ളിയിൽ കയറാത്ത 2 പേരുടെ കൂടെയാണ് കേട്ടോ ഞാൻ വന്നത്. കൊള്ളാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അത് കയറിക്കൂടെയെന്ന് ഇവിടെ ഒരാൾക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അടിപൊളി കേട്ടോ. നല്ല രസമുണ്ട്. നമ്മുടെ ഡ്രൈവർ പുള്ളിക്കാരൻ ഓൾറെഡി വന്നിട്ട് പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട് ചേട്ടൻ. നല്ല രസമുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ ജർമ്മൻ കോളനി ആയിട്ടുള്ള നമീബിയയിലെ കുറച്ച് പള്ളികളാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതെന്ത് ശൈലിയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. മറ്റേ റോക്കറ്റാണോ ബുള്ളറ്റാണോ? നല്ല രസമുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ചേട്ടൻ്റെ ആദ്യമായിട്ട് പള്ളിയിൽ വന്ന എക്സ്പീരിയൻസ് എങ്ങനെയാ? നാറ്റിക്കല്ലേ, ആദ്യമായിട്ടാണ് ഒരു പള്ളി വന്നതെന്ന്. ഇപ്പം അവസരം കിട്ടി. ഞാൻ വന്നതുകൊണ്ട് ഒരു അവസരം കിട്ടിയിട്ടുണ്ട് ചേട്ടന്. വേണ്ടേ, ഇവിടെ കുറേ ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ബ്രോ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ രണ്ടുപേരെ ആദ്യമായിട്ട് പള്ളി കാണാത്ത ആൾക്കാരെ ഞാൻ ഇവിടെ വന്നിട്ട് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് പള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പിയാനോ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് പിയാനോ ആണോ എന്ന് പോലും മറന്നുപോയി. സാധാരണ നമ്മൾ യൂറോപ്പിലൊക്കെ ചർച്ചിൽ പോകുമ്പോൾ പിയാനോയൊക്കെ നമുക്ക് വളരെ പ്രസിദ്ധമായിട്ട്, അതായത് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അവിടെയും കുറച്ച് ശിവചിത്രങ്ങളും അവിടെയും ഒരു ആൻറ്റി എന്ന് പ്രാർത്ഥിക്കുവാണ്. കറക്റ്റ് എന്തോ നമ്മുടെ നാട്ടിൽ വന്ന പോലെ കേട്ടോ. നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ പള്ളിയൊക്കെ പോലെ എനിക്ക് തോന്നുന്നു. നമ്മുടെ തിരുവനന്തപുരം ശംഖുമം ഭാഗത്തൊക്കെ ഉള്ള ബൈ 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 ബൈ. ഫോട്ടോ സബാ ഓക്കെ. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നാളെ ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഞാൻ വന്നേനെ. ഇവിടെ ആരുടെയോ ഇവിടുത്തെ ഏതോ പാസ്റ്ററിൻ്റെ ആണ് കേട്ടോ. അവരുടെ ഒരു ചിത്രങ്ങളും ഇതൊക്കെ വെച്ച്. ഇവിടുത്തെ ആദ്യത്തെ ബോസായിരുന്നു കേട്ടോ ഈ പള്ളിയുടെ ആദ്യത്തെ. ഇത് ഇദ്ദേഹമായിരുന്നു, ഈ ഒരു പുള്ളിയായിരുന്നു.
അതായത് ഞാൻ എന്തോ പറയാൻ വന്നേട്ടാ, പക്ഷെ മറന്നുപോയി പെട്ടെന്ന്. എന്തോ പറയാമല്ലോ. അയ്യോ, ഇതാണ് നമ്മുടെ മുൻഭാഗം. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി പള്ളി കേട്ടോ. ഈ പള്ളി ടോഗോയിൽ വരുന്നവർ ഇങ്ങോട്ട് വരണം. പിന്നെ അവിടെ പന്നിയുടെ ഇറച്ചിയും പിന്നെ അങ്ങനത്തെ മാർക്കറ്റ്, പിന്നെ കുറേ തുണി മാർക്കറ്റ്, ഇങ്ങനത്തെ ഒരു ചന്തയാണ് കേട്ടോ. ചന്തയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു നല്ലൊരു കത്തീഡ്രലാണ്. ഇവിടുത്തെ ടോഗോളീസ് ഡ്രസ്സാണ് കേട്ടോ. അതായത് ഒരു ബെല്ലി ഭാഗത്ത് കുറച്ച് ഇങ്ങനെയുള്ള ഒരു സംഭവമാണ്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് കേട്ടോ. കൊള്ളാലോ. നമ്മുടെ ബസ്സാണ് കേട്ടോ കാണുന്നത്. അത് ആരുടെ ഇവിടുത്തെ സിറ്റിയുടെ ഉള്ളിൽ പോകാനാ? സിറ്റി സർവീസ് ആണ് കേട്ടോ ബസ്. സിറ്റി സർവീസ് നല്ല രസമുള്ള ബസ്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ്. കൊള്ളാലോ. പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനമൊക്കെ ഉണ്ട്. നല്ലൊരു ഓർഗനൈസ്ഡ് ആട്ടോ, ഒരു ചെറിയ രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടൊക്കെ എനിക്ക് തോന്നി. മാത്രമല്ല നല്ല വൃത്തിയും വെടുപ്പും, ഒരു ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ്. ആ മാർക്കറ്റ് തന്നെ കണ്ടില്ലേ? മാർക്കറ്റ് തന്നെ വലിയ വയ്യാവേലിയും സൗണ്ടും ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു യഥാർത്ഥ ജർമ്മൻകാരുടെ ഒരു രക്തം ഇവർക്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആണ്. എയർപോർട്ടാണ് കേട്ടോ, നമ്മുടെ ടോഗോയിലെ എയർപോർട്ടാണ് ഈ കാണുന്നത്. ഇപ്പൊ ഒരു വിമാനം പറന്നു പോയിട്ടേ ഉള്ളൂ. ടോഗോ കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്ത് ബെനിനി കഴിഞ്ഞാൽ നൈജീരിയ എന്നാണ് കേട്ടോ കൂടുതൽ. പിന്നെ ഫ്ലൈറ്റുകൾ ചീപ്പായിട്ട് നമുക്ക് ഇന്ത്യയിലോട്ടൊക്കെ പോകുന്നതിന് കിട്ടുന്നത്. ടോഗോ നിന്നും ബെനിനിൽ നിന്നും ഈവൻ ഗാന പോലും എക്സ്പെൻസീവ് ആണ്. പിന്നെ ഈ ഒരു വെസ്റ്റ് ആഫ്രിക്കൻ ബെൽറ്റിൽ സീ സൈഡിൽ കിടക്കുന്നതിൽ നമ്മുടെ ദക്കാർ സെനഗലാണ് ചീപ്പ്. സെനഗലിൽ നിന്ന് ഫ്ലൈറ്റ്സ് അത്യാവശ്യം ചീപ്പാണ്. ഇപ്പോൾ വന്നത് അതായത് ഇവിടുത്തെ ഒരു ഫെറ്റിഷ് മാർക്കറ്റ് കാണാനാണ്. ഫെറ്റിഷ് അല്ലെങ്കിൽ വുദു മാർക്കറ്റ്. വുദു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വുദു വൃത്തിയാവുന്ന ആ വുദു അല്ല, അതായത് ബ്ലാക്ക് മാജിക്കിന്റെ മാർക്കറ്റ്. അതായത് ഇവിടെ ആഫ്രിക്കയിൽ, വെസ്റ്റ് ആഫ്രിക്കയിൽ, സ്പെഷ്യലി ഈ ഗാന ഈ ഒരു ഭാഗത്തൊക്കെ ഈ ബ്ലാക്ക് മാജിക് ഭയങ്കര ഇതാണ്. അതായത് പണ്ട് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഇവിടെ ഉണ്ടായിരുന്നതിന് മുമ്പ് പ്രീ ആഫ്രിക്കൻ വിശ്വാസമുണ്ട്. മഴയെയും തീയെയും പിന്നെ ഇതുപോലുള്ള മാസ്കിനെയൊക്കെ ഇവര് എന്താ പറയാ ആരാധിക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പൊ അന്നത്തെ ഭാഗമായിട്ട് ഇവര് ഇവിടെ എന്താ പറയാ ഇങ്ങനത്തെ കുറെ എന്താ പറയാ ആരാധനയും വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിശ്വാസം ഇപ്പോഴും അവർ നിലനിൽക്കുന്നു. അത് മുസ്ലിങ്ങളായാൽ പോലും ക്രിസ്ത്യനായാൽ പോലും. ഇസ്ലാമിലൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ നിഷിദ്ധമാണ്. പക്ഷെ എന്നാലും അവർ ഇതൊക്കെ ചെയ്യും. മാലിയിലൊക്കെ പോയാൽ മനസ്സിലായില്ലേ. അപ്പൊ അത് അവരുടെ ഒരു പരമ്പര. അത് റിലീജിയനും കൾച്ചറും മിക്സ് ചെയ്യുമ്പോൾ തമ്മിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ. നമ്മുടെ മാർക്കറ്റിന്റെ ഒരു പോത്തിന്റെയും ഇതിന്റെയും ചിഹ്നമൊക്കെയാണ്. വിസിറ്റ് 3000 ഇവിടെ. അയ്യോ, ഗൈഡുമായിട്ടുള്ള ഇതിന് 3000 സേഫയും അല്ലാത്തതിന് 2000 സേഫയോ. ഓക്കെ, വന്നപ്പോ അയ്യോ ഇവിടെ ടിക്കറ്റ് അത് വേണം, ഇത് വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം എന്നൊക്കെ പറഞ്ഞ് 5000 എന്ന് പറയാൻ നമ്മുടെ നാട്ടിലെ $8 കേട്ടോ. ലാസ്റ്റ് ചേട്ടൻ പൈസ കൊടുത്തു. അതിന്റെ പൈസ ചേട്ടൻ കൊടുക്കുന്നുണ്ട്. ക്യാമറയ്ക്ക് വേറെ പൈസ, വീഡിയോ എടുത്തതിന് വേറെ പൈസ. ഇത് ആക്ച്വലി വെസ്റ്റ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഒരു ഫെറ്റിഷ് മാർക്കറ്റാണ്. വെസ്റ്റ് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റ്. ഇവിടെ ഇതിന്റെ നാറ്റം കണ്ടേ. ഞാൻ മാലിയിൽ പോയിട്ട് ഇതിന്റെ മാർക്കറ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. ഇത് ഓരോ അനിമൽസിനും ഓരോ പാർട്സിനും പ്രത്യേക തരത്തിലുള്ള ശക്തി ഉണ്ടൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത്. ഇപ്പൊ ചിലപ്പോൾ ഈ പ്രവൃത്തി ചെയ്യുന്നതിന് ഇതായിരിക്കും ഉപയോഗിക്കുന്നത്, മറ്റേ പ്രവൃത്തി ചെയ്തിരിക്കുന്നതിന് ഇവര് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇവർക്ക് പ്രത്യേക ഗൈഡൊക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ പൈസയും കൂടെ ചേർത്തിട്ടാണ് ഇവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പച്ച ഡ്രസ് ഇട്ട ഗൈഡാണ് കേട്ടോ. അവിടെ ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നമുക്ക് കാണാം. Of them they have their own role. Yes. What is the rules? So we use the things here to compose the fetish and also to make the African medicine. African medicine. Yes. Okay. So this market was created since 1863. 1800. Okay. Yes, and then in that time, the person who got a sickness, the person will go to see the voodoo priest. Okay, and then the voodoo priest will make a consultation to know what happened, what is the body of the person. സംഭവം എന്ന് പറയുമ്പോൾ ഇവർക്ക് വുദു പ്രീസ്റ്റ് ഉണ്ട്. വുദു പ്രീസ്റ്റ് എന്ന് പറയുമ്പോൾ അതായത് ഇങ്ങനെ മെഡിസിൻ ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ വുദു പ്രീസ്റ്റിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇത് ചെയ്യണം, അപ്പൊ അവർ പറയും ഞാൻ മെഡിസിൻ ഉണ്ടാക്കാം, നീ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് ഈ സാധനം വാങ്ങിച്ചോണ്ട് വരാം. അപ്പൊ ചിലപ്പോൾ പറയും കുരങ്ങന്റെ തല വാങ്ങിച്ചോണ്ട് വരാൻ പറയും. ഈ കുരങ്ങന്റെ തല വാങ്ങിച്ചോണ്ട് പോയി കസ്റ്റമർ അവിടെ പോകുമ്പോൾ പുള്ളിക്കാരെ അത് അരച്ച് കലക്കി ഒരു മിശ്രിതമായിട്ട് അവരെ അടിച്ച് കയറ്റും. അങ്ങനത്തെ ഒരു സംഭവമാണ് പുള്ളിക്കാരുടെ കയ്യിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബ്രോ, പുള്ളിക്കാരെ കണ്ടില്ലേ കയ്യിലൊക്കെ കൊത്തി വെച്ചിരിക്കുന്ന കേട്ടോ. ഇത് ഇവരുടെ വാക്സിനേഷൻ ആണ് കേട്ടോ. ഇവരുടെ ആഫ്രിക്കൻ വാക്സിനേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. അദ്ദേഹത്ത് ഫുള്ള് ഇങ്ങനെ വരച്ച് എന്തൊക്കെയോ പ്രശ്നമുണ്ട് കേട്ടോ.
ഇങ്ങനെ അവരാക്കി വെച്ചിരിക്കുന്നതാണ്. എനിക്കൊന്ന് ഓരോ പ്രശ്നത്തിനും പുള്ളിക്കാരൻ ഇതൊക്കെ ചെയ്ത് പുള്ളിക്കാരൻ്റെ ദേഹം ഫുള്ള് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ കല്ലുകൾ, ഇതിന് ഓരോത്തിനും ഓരോ പർപ്പസ് ഉണ്ട് ആക്ച്വലി. ഇതിപ്പോ ഒരു എക്സാമ്പിൾ, ഇത് പാമ്പാണ്. പാമ്പിന് അവർ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ പാമ്പ് കടിയേറ്റാൽ ഒന്നും സംഭവിക്കാതിരിക്കാം. ഇവർ പാമ്പിന്റെ ഇതെടുത്തിട്ട് അവർ ഇടിച്ച് അതിനെ പൊടിച്ചിട്ട് പൗഡറാക്കിയിട്ട് ഇതുപോലെ ദാണ്ട് ദേഹത്ത് ഇത് ബ്ലേഡ് ഇട്ടിട്ട് ഇങ്ങനെ അറുത്തിട്ട് ആ രക്തത്തിൽ ഇവർ ഇതിന്റെ പൊടിയിടും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇവരുടെ ആഫ്രിക്കൻ വാക്സിനേഷൻ ഉണ്ടാക്കുന്നത്. സോ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദാറ്റ് ഗേൾ, യു നോ, which one, what you will use? Find a girl. Yeah, I mean there is something I heard that, you know, suppose you like some girl and you wanted this to. Is the things for the love. When we go inside, Love. I will show you. Yeah. Some of the amulets is for the love, to touch the love, and then you will call the name of the girl and your name to make the love. Where is it? When we go inside, I will show you. One second. You go to see the voodoo priest is over there. ഗുഡ് ലക്ക് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതെന്താ സാധനം? എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. പല്ലിയോ, ഓന്തോ, ലിസാർഡോ? Voodoo is the positive side of the nature against the negative side of the nature. Okay. Voodoo is to protect against all the bad. വുദു ഈസ് അഗൈൻസ്റ്റ് ടു പ്രൊട്ടക്ട്. ഓക്കെ. Yes. അതായത് ചീത്ത കാര്യങ്ങളിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു സംഭവമാണ് വുദു എന്ന് പറയുന്നത്. ഈ പാവയൊക്കെ ഇത് ഡെക്കറേഷന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെയാണ് യഥാർത്ഥ വുദുവിന്റെ സംഭവം. നമ്മുടെ പശുവിന്റെയും കുതിരയുടെയും വാലാണ്. അതായത് ഇവര് ഇത് സ്പിരിറ്റിനെ വിളിച്ച് വരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാ. ആരെങ്കിലും ഒരാള് ബ്ലാക്ക് മാജിക് ചെയ്താൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ കാക്ക, ഇത് ഇങ്ങനത്തെ സാധനങ്ങള്, മൂങ്ങ, മനസ്സിലായില്ലേ? Kamala, what is he saying? He also tried whisker? The chameleon. For monkey is for what? Monkey is for a good memory retention. Good memory? Retention. Good retention. Yes. Good retention വേണ്ടിയാണ് കേട്ടോ മങ്കി, കരിഞ്ഞുണങ്ങിയ മങ്കി. ഉയ്യോ. So everything you will make it a scratch? No, this one is just some of the amulets just prepare. When we go inside, I will show you. Okay. And this one you use it to put under the pillow to get a good memory retention. Also for a good sleep. നല്ല ഉറക്കത്തിനൊക്കെ വേണ്ടിയും അവർ ഉപയോഗിക്കും. ഇത് തലങ്ങാളിയുടെ അടിയിൽ കുരങ്ങനെ വെച്ചിട്ട് കിടന്നുറങ്ങണം. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഇവരെന്ന് പറയുമ്പോൾ പല ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നിന്ന് പല സ്ഥലത്തുനിന്നൊക്കെ ഇങ്ങനെ മരിച്ച ഇതില്ലേ, അതൊക്കെയൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇവരങ്ങനെ ഹണ്ട് ചെയ്യില്ലെന്നാണ് പറയുന്നത്. പിന്നെ ആഫ്രിക്കയിലെ ഏറ്റവും ഫേമസും ലാർജസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്ന മാർക്കറ്റ് ഇതാണെങ്കിലും ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയത് മാലിയിലെയാണ് കേട്ടോ ഏറ്റവും വലുത്. മാലിയിലെയാണ് കുറച്ചും കൂടെ ഒതൻറ്റിക് എന്ന് പറയാനായിട്ട്. ഞാൻ ആ മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ ലോക്കൽസ് വരുന്നു. ഇവിടെ ഫുള്ള് വെള്ളക്കാരാണ് കേട്ടോ. 2-3 ടൂറിസ്റ്റ് ഒക്കെയാണ് വന്നത്. ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ബ്രോ. നമ്മുടെ പൂച്ച, നമ്മുടെ മംഗൂസ്, വവ്വാല് ഉണ്ടോ എൻ്റെ. അതായത് പുള്ളിക്കാരനാണ് ഗോഡ് ഓഫ് ദ ഫെർട്ടിലിറ്റി ആൻഡ് ഫോർ വാട്ട്? God of the fertility, God of the security. സുരക്ഷതയും ഫെർട്ടിലിറ്റി നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ടാണ് ഈ ചിഹ്നം നമുക്കിവിടെ വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ? ഇത് നമ്മുടെ ആണുങ്ങളുടെ പ്രധാന ഒരു പാട്ടാണ്. അതിനെയാണ് കേട്ടോ അതിൽ കയറി പിടിക്കണത്. ഇവിടെ ഇല്ലാത്ത ഇതില്ല, പക്ഷെ ഇതിന്റെ അകത്തൊക്കെ പോകുമ്പോൾ നമ്മൾ നാറ്റം സഹിക്കണം കേട്ടോ. ഭയങ്കര നാറ്റമാണ് ഇവിടെ. ഇത് മാസ്ക് ഒക്കെയാണ് ഇവരുടെ. You have to allow the things again. The mask, the decoration, everything is for sale. No spirit inside. ഇത് വിൽക്കാനൊക്കെ വേണ്ടിയാണ് കേട്ടോ. വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് മാത്രമാണ്. ഇതിൽ സ്പിരിറ്റ് ഒന്നുമില്ല. ഓരോ മാസ്കും ഓരോ എത്തിനിസിറ്റിയൊക്കെ അവര് എന്താ പറയാ റെപ്രസെന്റ് ചെയ്യും കേട്ടോ. അതാണ് ഈ ഒരു മാസ്കിന്റെ ഒരു പ്രത്യേകത. ഇതുപോലെ തന്നെയാണ് കേട്ടോ മാസ്കും സംഭവങ്ങളും. ഇവിടെ കണ്ടോ, ഇത് ഇവരുടെ ഒരു ഫെർട്ടിലിറ്റി സൈന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ചിഹ്നമാണ് കേട്ടോ. അതിന്റെ ഒരു സംഭവമാണ്. ഈ കാണുന്നത് ഇവര് പറഞ്ഞത് നമ്മുടെ അയൺ ഗോഡാണ്. അതായത് ഇരുമ്പ് ദൈവമാണ്. അതായത് ഈ ഒരു ഭാഗത്ത് എല്ലാ വർഷവും നവംബർ മാസം ഇവര് കന്നുകാലികളെയും ചിക്കനും പശുവിനെയൊക്കെ കൊന്നിട്ട് അതിന്റെ മീറ്റൊക്കെ കഴിച്ചിട്ട് അതിന്റെ ബ്ലഡ് കൊണ്ടുവന്ന് ഇവിടെ ഒഴിക്കും. പാം ഓയിലുമായിട്ട് ഒഴിക്കും. എന്നിട്ട് അതിന്റെ തല ഉണ്ടല്ലോ, ഈ ആനിമൽസിന്റെ ഹെഡ് ബോണൊക്കെ എടുത്ത് അവർ ഇതിൽ വയ്ക്കും. എന്നിട്ട് ഈ വെയിലത്ത് ഇവർ ഇത് പാം ഓയിലും കൂടെ ഇട്ടിട്ട് ആ ഒരു ബ്ലഡ് ആവും. അപ്പൊ പിന്നെ അത് വെയിലും ഇതൊക്കെ കണ്ട് ഈ ബ്ലഡ് ആണ് കേട്ടോ കറുത്ത കളറാവുന്നത്. ഇത് ആക്ച്വലി ബ്ലഡ് ആണ്. ബ്ലഡ് കറുത്ത കളറായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് അയൺ ദൈവം, അതായത് ഇരുമ്പ് ദൈവം. ഇതാണ് നമ്മുടെ അയൺ ഗോഡ്. അതായത് പുള്ളിക്കാരനാണ് അയൺ ഗോഡ്. പുള്ളിക്കാരൻ്റെ ഒരു പ്രക്രിയയാണ്. അതായത് അതാണ് ഇവിടെ ഇരിക്കുന്നത്. മറ്റേ ഒരു പുള്ളിക്കാരൻ പഴമാണോ വെച്ചുകൊണ്ടിരിക്കുന്നത്? Who is this? Banana. Banana is the god of the agriculture, god of the justice. We call the thunder god.
ഓ തണ്ടർ ഗോൾ നമ്മുടെ അഗ്രികൾച്ചർ കൃഷിയുടെയൊക്കെ ദൈവമാണ്. അതാണ് പഴം വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. ഗോഡ് ഓഫ് റീഇൻകാർനേഷൻ. അതെന്താന്ന്? We call it Egungun. The one who made that we believe in a reincarnation. We say that is it after death we can reborn like the human beings or like the ghosts. ഓ Reborn like അതായത് മരിച്ചു കഴിഞ്ഞിട്ട് That's a life after death. മരിച്ചു കഴിഞ്ഞിട്ട് വേറെ ഗോസ്റ്റായിട്ടോ അങ്ങനത്തെ ആ ഒരു ഇതിന്റെ ഗോഡാണ് പുള്ളിക്കാരൻ. ഇത് മാത്രമേ ഫെർട്ടൈൽ ഗോഡ് ഞാൻ മാത്രമേ പറഞ്ഞെന്നുള്ളൂ. വേറെ ഇതെല്ലാം നമ്മൾ ചോദിച്ചു മനസ്സിലാക്കിയതാണ്. ഗൈഡ് എന്ന് പറഞ്ഞു ലെറ്റ്സ് ഗോ ഗൈഡ്. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റിക് ആയിട്ടുള്ള മാർക്കറ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ് എല്ലായിടത്തും. ഇവിടെയൊക്കെ നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് പോവാം. കണ്ടോ, ഇതിൻ്റെ കൂടെ അവർ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൂടെ ആക്കി അവരിങ്ങനെ വെച്ചിരിക്കുകയാണ്. മാല, വള, തള, മാസ്ക്, കമ്മല് എന്തിനോ കൊണ്ടുപോവാണ്. Take your place, sit down. Allah. Be free like your house. Be free. Yes. They say me kwabo is like akwaba in the Ghana. You're welcome. Welcome. Yes. Merci. So when we come here, He's a voodoo priest? yes, he's a priest. ഓ പുള്ളിക്കാരൻ ബുധു ദൈവത്തിന്റെ ഇങ്ങനത്തെ അവരുടെ ഒരു ആൾക്കാരാണ്. You know, when we talk about the fetish market, is it this temple like this? We have the god there who made that we call here the fetish market. And then we have the voodoo priest. We have some of the amulets for the visitor people. ഓ ഇതാണ് ഇവരുടെ വുദു പ്ലേസ് കേട്ടോ. ഇവിടെയാണ് ഇവര് പൂജയും പരിപാടിയും എല്ലാം ചെയ്യുന്നത്. So when we come here, give your name, Okay. and then we will start for the explanation for all the things. We will make a blessing first. ഓക്കെ. മൈ നെയിം We got to Elvis. Your name, please. Mahin. Monica. Monica. So we wish you all the best, the good luck, the good health. You go around this market, go around the Africa, and do your country safely. ഓ Yes. താങ്ക് യു സോ മച്ച്. പുള്ളിക്കാരൻ നമ്മുടെ ഒരു സേഫ്റ്റിക്കൊക്കെ വേണ്ടി പുള്ളിക്കാരൻ നമുക്ക് പ്രാർത്ഥിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പേരൊക്കെ പറഞ്ഞല്ല ഈ പേടിയാവുന്നു കേട്ടോ ഇതൊക്കെ തൊട്ടാ. വാട്ട് ഈസ് ദിസ്? So you open the left hand to collect the fetish with left knee. ഇതിലെന്തോ കാര്യമാണ്. ഇതൊക്കെ വാങ്ങണോ? This is the first fetish in this market. This is what? The first fetish in this market. We call it Sudeme. Suddeme. That means I will do all my good wish for the fetish and then I will close it. Oh, you pray it and close it. Yes, you made a good wish. Good this wish. is for the good traveling, no accidents. Allah. It's for traveling. Hmm. So when you get it, before to go on your traveling, you hold it in your left hand and you made your good wish inside the hole. After you close it. ഓ എൻ്റെ കൈയൊക്കെ വിറയ്ക്കുന്നു കേട്ടോ. അതായത് നമ്മൾ ഇടതുവശം കൊണ്ട് ഇത് തുറന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വായിലെടുത്ത് വെച്ച് നമ്മൾ പറയുക, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെക്കുക. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഇത് നല്ല ഗുഡ് മെമ്മറിക്ക് വേണ്ടിയുള്ള സംഭവമാണ്. ഇത് പുള്ളിക്കാരെ ആക്ടിവേറ്റ് ചെയ്ത് തരും, ഈ ദൈവം ആക്ടിവേറ്റ് ചെയ്ത് തരും. അതായത് ഇവരുടെ പ്രീസ്റ്റ് ആക്ടിവേറ്റ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് നല്ല തലയിൽ ബുദ്ധിയൊക്കെ കിട്ടും കേട്ടോ. So when you get it, you put it in your left hand. You choose the fresh water. You put 3 drops. You rub it well. You pass to your front. 1, 2, 3 like a cross. After you put it under your pillow, and then you sleep. You get good sleep, no problems, and good memory retention. അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ പുള്ളി തന്നുകൊണ്ടിരിക്കുക. ഇതുപോലെ ഒരു 100 സാധനമുണ്ട്. 100 സാധനം പല രീതിയിൽ ചെയ്തിട്ട് അവർ നമ്മുടെ ദേഹത്തൊക്കെ കെട്ടിവെക്കാനും അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമാണ് കേട്ടോ. പ്രൊട്ടക്ഷനും സംഭവങ്ങളൊക്കെയാണ്. നമ്മുടെ ഗുരു സ്വാമി പ്രീസ്റ്റ് ഇരുന്ന് കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ബെക്കാടിയാണോ മദ്യമൊക്കെ ഉണ്ടല്ലോ. മദ്യം കുറേ എന്തൊക്കെയുണ്ട് കേട്ടോ ഇവിടെ. ഹോമകുണ്ടലമാണ് ഇവിടത്തെ. The man will come to cover the fetish in the left hand of the woman with his left hand. You made a good wish together how you want to be. Nothing can ever separate you. After you lay the fetish down, you also For love.
Yes, for love. ഇത് പ്രേമത്തിന് വേണ്ടിയാണ്, പ്രണയത്തിന് വേണ്ടിയാണ്. മുസ്ലിം തൊപ്പിയും പാവാടയൊക്കെ ഇട്ട് ചേട്ടൻ കുറേ കാര്യങ്ങൾ എന്തൊക്കെയാ പറയുന്നുണ്ട്, എനിക്ക് വട്ടാവുന്നുണ്ട് കേട്ടോ. ഇത് കുറേ ഇങ്ങനെ സാധനങ്ങൾ പറയുന്നതായിട്ടുണ്ട്. ഇതൊക്കെ പാവം, ഇതൊക്കെ വെറുതെ ഒരു ട്രെൻഡിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഈ കുടിക്കുന്ന കള്ളുപ്പി ജിന്നൊക്കെ എന്തിനാന്തോ കേട്ടോ. ജിൻ ഫോർ വാട്ട്? ആൽക്കഹോൾ. The gin. Gin. Yes, it's the gin. This for you? Yo, No. Yes, wanumena avec moi. it's not for him. It's for him because it is some person who gave it to him to make the ritual. Okay. പുള്ളി ആക്ച്വലി റിച്വൽസിന് വരുന്ന ആളുകൾ കൊടുക്കുന്നതാണ്, അതിന്റെ ബാലൻസ് ആണ്. പുള്ളിക്കാരൻ കുടിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നതല്ല. Fuck like a buffalo. To be very strong. This is for what? African Viagra. Yeah, this is used Fuck for. like a buffalo. Oh. To be very strong. അതായത് ലൈംഗിക ബന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പുള്ളിക്കാരൻ പറഞ്ഞ വാക്ക് ടു ഫക്ക് ലൈക്ക് എ ബഫലോ, അതിനു വേണ്ടിയാണ്. സോ വാട്ട് യു വാണ്ട് ടു ഡു വിത്ത് ദിസ് വൺ? Yes, when you get it, you use. You will cut it. Okay, and then you put in the bottle. You add any kind of drink you like. That can be the wine, so and so forth, alcohol. And then you leave it 10 minutes after. You go, you drink just a little before you go on the sex. The woman also can take it for the feeling. And then when you go on the sex, you will fuck like a horse. ആഫ്രിക്കൻ വയാഗ്രയുടെ പ്രൈസ് ചോദിക്കുവാണ്. അതായത് എനിക്ക് ആവശ്യമൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിക്കുന്നതാണ് കേട്ടോ. How much for this? How much? You say this one 20,000 sefa, but you had a little there 10,000 sefa. 20,000 സെവ എന്ന് പറയുമ്പോൾ നല്ല പൈസ ആയി കേട്ടോ. അതായത് 4,000 രൂപ ആയില്ലേ? 4,000 അത്രയായി. യു വാണ്ട്? നോ? താങ്ക് യു പ്ലീസ്. താങ്ക് യു. പ്ലീസ് ബ്ലെസ് മീ. ഓക്കെ, താങ്ക് യു. You ഓ, എൻ്റെ ക്യാപ്പൊക്കെ പറഞ്ഞു. ബൈ. അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ. ആർക്കെങ്കിലും യു വാണ്ട് പിക്ചർ? Yes. പുള്ളിക്കാരന് പിക്ചർ വേണോ എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ അകത്തിരുന്ന് മടുത്ത് കേട്ടോ. പിന്നെ ആ കുതിരയുടെ ഇത് വന്നപ്പോഴാണ്, ലൈംഗിക ബന്ധത്തിന്റെ അത് കണ്ടപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് വന്നത്. അത്രയേരം കുറേ പറഞ്ഞ് ഞാൻ മടുത്തു. ഞാനിങ്ങനെ എൻ്റെ അടുത്തല്ല സോറി, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു മലയാളി എന്നെ ഫോസ്ഫേറ്റ് മൈനിങ് കാണിക്കാൻ കൊണ്ടുവന്നു. ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ ലോകത്തിൽ തന്നെ 4ാമത്തെ സ്ഥാനത്തിൽ ഫോസ്ഫേറ്റ് മൈൻ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ ഒരു രാജ്യം. ഏതൊരു രാജ്യം? ഈ ടോഗോ. അപ്പൊ ഇദ്ദേഹമാണ് കേട്ടോ. എന്തുണ്ട്, സുഖമല്ലേ? എന്നെ ജനുവരിയിൽ കോണ്ടാക്ട് ചെയ്തതാണ് അല്ലേ? അതെ. ഞാൻ ലാസ്റ്റ് ഇവിടെ വന്നപ്പോ മറന്നുപോയി കേട്ടോ. അപ്പൊ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോഴാണ് പറഞ്ഞത് ഞാനിവിടെ ഓൾറെഡി ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ ഇന്ന് അങ്ങനെ കണ്ടു. എന്നെ ഫോസ്ഫേറ്റ് മൈന് കാണിക്കാൻ വേണ്ടി വന്നു. എന്താണ് പേര്? എന്ത് ചെയ്യുന്നു? എത്ര വർഷമായി? എന്റെ പേര് റജീഫ്. ഞാൻ എന്റെ നാട്ടില് കളമശ്ശേരിയിലാണ്, എറണാകുളത്ത്. ഞാനിവിടെ 25 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. എന്നെ എപ്പോ അറിയാം? എന്നെ എങ്ങനെ അറിയാം? നിന്നെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ വേറൊരു ചാനലാണ് നിന്നെ ആദ്യമായിട്ട് കാണുന്നത്. അത് എന്താ പറയാ, ഗോവയിൽ വെച്ചിട്ട് അന്ന് എനിക്ക് തോന്നുന്നു മായിൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ ടൈമിലാണ് ഞാൻ മായിനെ കാണുന്നത്. അന്നോട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ട്രിപ്പ്, മറ്റേ ലേ ലഡാക്ക് ട്രിപ്പ് എല്ലാം ആയിട്ട് നടക്കുമ്പോഴോട്ട് അതുതൊട്ട് ഇന്നലെ വരെയുള്ള എല്ലാ എപ്പിസോഡും കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും സന്തോഷം. ഞാൻ ഫോസ്ഫേറ്റ് മൈൻ കാണിച്ചു തരാം കേട്ടോ. കുറെ ആൾക്കാരൊക്കെ എന്നാ കണ്ടത് സുജിത് ബ്രോന്റെ വീഡിയോയിലൊക്കെ ആയിരിക്കണം, മുമ്പ് സുജിത് ബ്രോന്റെ വീഡിയോയിലൊക്കെ ആയിരിക്കണം. അപ്പൊ അന്ന് അതിനു മുമ്പ് ഒരു 2 വർഷം മുതലൊക്കെയാണ് ഞാനിങ്ങനെ യാത്ര തുടങ്ങിയത്. പിന്നെ ഒരു 3 വർഷം യൂട്യൂബിലൊന്നും ഇല്ലായിരുന്നു. കാരണം ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഫോസ്ഫേറ്റിന്റെ ഖനനം നടക്കുന്ന ഒരു ഏരിയ ആണ്. കുറെ ട്രച്ചിങ് മെഷീനാണോ, എന്തൊക്കെ മെഷീനും ഇതൊക്കെ സംഭവം ഉണ്ട് കേട്ടോ. ഇത് കൊണ്ടുപോകാൻ പാലമാണോ? ട്രെയിൻ പാലമല്ലേ? ട്രെയിന്, അത് ചരക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ട്രെയിൻ പാലമാണ് കേട്ടോ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ കുറെ വണ്ടികൾ. എന്റെ അമ്മ, ആ ലോറിയുടെ വലിപ്പം നോക്കിക്കേ. ഇതുണ്ടോ, ഇവര് ഇതിനെ മല ഇടിച്ച് നൂത്ത് ഇതിനെ ഇവര് കയറ്റി വിട്ടിട്ട് ഇവര് പ്രോസസ്സിങ്ങിന് കൊണ്ടുപോകും. ഒരു ചെറിയ വാഷൊക്കെ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഇവര് വേറൊരു രാജ്യത്ത് കൊണ്ടുപോയിട്ട് അതിനെ ഫോസ്ഫേറ്റ് ഒക്കെ ആക്കി എടുത്തിട്ട് വിൽക്കും കേട്ടോ. ഇത് ഇവിടുത്തെ ആളുകൾ കഴിക്കേണ്ട പൈസ ഏതെങ്കിലുമൊക്കെ കമ്പനി വന്ന് കുറച്ച് പൈസ എടുത്തിട്ട് എന്താ പറയാ, അതാണ് കേട്ടോ ആഫ്രിക്കയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുമ്പോൾ നല്ല ലോ മേക്കേഴ്സ് ഇല്ല. അതിന്റെ ഒരു പ്രശ്നമാണ്. ഈ പണ്ടത്തെ ഗദ്ദാഫിയൊക്കെ പോലുള്ള ആരെങ്കിലും ഇപ്പോഴൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ബുർക്കിനയിൽ വന്ന അദ്ദേഹത്തെ പോലെയൊക്കെ ഉള്ള നേതാക്കന്മാരൊക്കെ
വന്ന ആഫ്രിക്ക ഒരു പരിധി വരെ എനിക്ക് ഒന്ന് രക്ഷപ്പെടുന്നു. അവരുടെ നാട്ടിലെ സാധനങ്ങൾ ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ പല രാജ്യത്തും ഇപ്പൊ കശുവണ്ടി ഫാക്ടറിയുടെ തന്നെ ഇവര് കശുവണ്ടി എല്ലാം ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് പുറത്തോട്ടാ പോകുന്നത്. ഇപ്പൊ ചില രാജ്യങ്ങളിലൊക്കെ അവിടെ തന്നെ ഇവര് എക്സ്പോർട്ട് പ്രോസസിംഗിന്റെ ഫാക്ടറികൾ വെച്ച് തുടങ്ങി. ഇവിടെ എല്ലായിടത്തും ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നിലവില് ഇവിടെ തന്നെ കുറെ ഇന്ത്യൻ കമ്പനികളാണെങ്കിലും പ്രോസസിംഗ് തുടങ്ങിയിട്ടുണ്ട്. സോയാബീൻ അതുപോലെ കാഷ്യൂ പ്രോസസിംഗ് പ്ലാന്റ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സംഭവം എന്താ പറയാ, ഇവിടെ ഉള്ള ആളുകൾക്ക് ഉപകരിക്കും, ഇവിടെയുള്ള ആളുകൾക്ക് ജോലി കിട്ടാനും അത് തന്നെയല്ല, അത് ഫൈൻ പ്രൊഡക്റ്റ് ആയിട്ട് മറ്റേ സെമി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് പോകും, റോ ആയിട്ട് പോകുന്നതിലും അവര് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇപ്പൊ ഇവിടുന്ന് കയറി പോകുന്നത് കൂടുതലും. അപ്പൊ അതിന്റെ ഒരു ഇത് ഇവർക്ക് കിട്ടും. അവിടെ ഇതാണ് ശരിക്കും ഇവിടെ അവര് മൂളിക്കൂടി പോകുന്നത്. ഓ, അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇടിച്ചടിച്ചിട്ട് താണ്ടെ അത് താണ്ടെ ഇങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. കൺവെയർ വഴി എന്നിട്ട് അത് ഇതിലിടും, എന്നിട്ട് ആ ഒരു ബെൽറ്റ് വഴി പോകും. കണ്ടില്ലേ, അവിടെ ഇടിച്ചിടിച്ച് അതൊരു JCB പോലെയാണ് കേട്ടോ അതിന്റെ ഒരു പല്ല്. ഇവിടെ കണ്ടില്ലേ, അതിങ്ങനെ കറങ്ങി അത് ഇടിച്ചിടിച്ച് പിടിച്ച് അത് മണ്ണായിട്ട് എടുത്താണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. പിന്നെ താണ്ടെ ഇതിൽ പൊക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ആക്ച്വലി ഇപ്പൊ വന്നിരിക്കുന്ന ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് സ്ഥലമാണ് കേട്ടോ. അതായത് ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു കമ്മ്യൂണിറ്റി ഏരിയ. അത് എന്തോ ഒരു ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ ഏതോ ഒരു അസോസിയേഷൻ എന്തോ പള്ളിയുടെ ക്രിസ്തു പള്ളിയുടെ അവരുടെ എന്തോ ചേർന്നിട്ട് ഒരു വലിയൊരു ഏരിയ എടുത്തിട്ട് അവർ കുറച്ച് സ്ഥലങ്ങൾ ഇവിടുത്തെ കുറച്ച് ആളുകൾക്ക് ഓരോ വീടിനും ഇതിനൊക്കെ ആയിട്ട് സ്ഥലങ്ങൾ കൊടുത്തിട്ട് അവർ ചെറിയ രീതിയിലുള്ള എന്താ പറയുക കോഴി വളർത്താനുള്ള സംഭവങ്ങൾ പൈസ കൊടുക്കുന്നതിന് പകരം അവർക്ക് ചെറിയ ചെറിയ ബിസിനസ് ആശയങ്ങൾ ഇതുപോലുള്ള ചെറിയ മെഷീനറീസ്, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തായിട്ട് ഞാൻ ഒരു മദ്യം കുടിക്കുന്ന ഒരു ചെറിയ ബാർ പോലത്തെ ഒരു സെറ്റപ്പ് കണ്ടിരുന്നു, അല്ലെങ്കിൽ പന്നി ഫാം, ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് ആളുകൾ ഇവിടെ തന്നെ ജോലി ചെയ്ത് അതിലുള്ള ഒരു വരുമാനം അവർക്ക് ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കും. നല്ല സെറ്റപ്പ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. യു സ്പീക്ക് ഇംഗ്ലീഷ്? ഫ്രാൻസ്? ഫ്രഞ്ച്? ഇവിടെ എന്തോ പഠിപ്പിക്കുകയാണോ, അവൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇവരെന്തോ ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാന്ന് നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ആട് വളർത്തുന്ന ഒരു ചെറിയ വീട് കൊള്ളാം കേട്ടോ. ഇങ്ങനെ കുറച്ച് വീടുകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര കാമാൻ പോയിട്ട് അപ്പുറത്ത് എന്തോ തയ്യൽ മെഷീൻ്റെ എന്തോ സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ കുറച്ച് ഒരു അസോസിയേഷൻ അവർക്ക് വേണ്ടി ആളുകളുടെ ഒരു ജീവിതം ഇനിഷ്യേറ്റീവ് എടുത്ത് മാറ്റുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല വൈബുണ്ട് കേട്ടോ. അതാണ്ട് ആട് നമ്മുടെ നാട് പോലെ തന്നെ ആട്ടിന്റെ വിളിയും ശബ്ദവും ഫുള്ള് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ കോക്കനട്ട്, തെങ്ങിന്റെ ചെടികൾ എല്ലാം ഓരോ വീടുകളാണ്. അതാണ്ട് ഇവിടെ അവര് തെങ്ങിന്റെ ഇത് ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. അതായത് തേങ്ങ മുളപ്പിച്ചിട്ട് തെങ്ങ് തൈയായിട്ട് ആക്കിയിട്ട് കൊള്ളാം കേട്ടോ. ഒരു വലിയൊരു ഏരിയ. ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഓർഫണേജ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പന്നി, എൻ്റെ അമ്മോ, ഇവിടെ പന്നിയുടെ കുട്ടികളാണ്. പറ്റുന്നില്ല കേട്ടോ, ഭയങ്കര സ്മെല്ല്. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടെ താണ്ടെ ഒരു കിണറ്. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ്. നല്ല രസമുണ്ട് കേട്ടോ. ആക്ച്വലി ഈ ഒരു നല്ല അടിപൊളി വൈബല്ലേ, നല്ല അടിപൊളി കേട്ടോ. ഫുള്ള് മരങ്ങളും വണ്ടിയില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഫാമിങ് സംഭവങ്ങൾ. അവിടെയാണിതോ മരത്തിൻ്റെ മൂട്ടിൽ അവിടെ ഇരുന്ന് ഒരു മദ്യശാലയാണ്. സലാഡ് ലീവ്സ്, നമ്മുടെ പപ്പായ്ക്ക. ഓ, അടിപൊളി കേട്ടോ, സെറ്റപ്പ് സ്ഥലം. നമ്മുടെ നാട്ടിൻ്റെ മുരിങ്ങയ്ക്ക അല്ലേ സ്വന്തം. നമ്മൾ ഇതിൻ്റെ ഇടയിൽ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ ഇതിൽ രണ്ടുപേരെ ഹൈഡ് ചെയ്തിട്ട് അത്രയും കഷ്ടപ്പെട്ടാണ് ഒരു ക്യാമറ ആംഗിളൊക്കെ വെച്ച് ഇവിടെ ആക്കുന്നത്. ചേട്ടൻ്റെ പേരെന്താ? ഇവർ രണ്ടുപേരെയും ഭാര്യമാരെ അപ്പുറത്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ താണ്ടെ ബിരിയാണി, നമ്മുടെ ബീഫ്, പിന്നെ പൊറോട്ട ഞാൻ കഴിച്ചു ഓൾറെഡി പൊറോട്ട. അപ്പം നമ്മൾ നോമ്പൊക്കെ തുറന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു കേട്ടോ. ഒരു താങ്ക് യു എന്ന് പറഞ്ഞോ, അല്ല ഓക്കെ എന്ന് പറഞ്ഞോ. ശബ്ദമെങ്കിലും വരട്ടെ. അവർ വീഡിയോയിൽ ആരും വരുന്നില്ല കേട്ടോ. ശബ്ദമെങ്കിലും വരട്ടെ നിങ്ങളെ രണ്ടുപേരെയും.